കർക്കടകത്തിലെ ആദിയും വ്യാധിയും അകറ്റാൻ ചെമ്പട്ടുടയാടകൾ അണിഞ്ഞ് ഉത്തര മലബാറിലെ വീടുകളിൽ അനുഗ്രഹം ചൊരിഞ്ഞ് ഐശ്വര്യം പകരാൻ ആടിവേടനെത്തി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കെട്ടിയാടുന്ന തെയ്യക്കോലമാണ് ആടിവേടൻ. മണികിലുക്കവും ചെണ്ടയുടെ ഉച്ചയും ദൂരെ നിന്ന് കേട്ടു തുടങ്ങിയാൽ പിന്നെ പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തി വിശ്വാസികൾ ആടിവേടനെ കാത്തിരിക്കും. കർക്കിടക സംക്രമം മുതൽ 16-ാം നാൾ വരെ നീണ്ടു നിൽക്കുന്ന പരമ്പരാഗത അനുഷ്ഠാനം കൂടിയാണിത്. ചെണ്ടയുടെ ചുവട് പിടിച്ച വാദ്യക്കാരൻ പാടുന്ന വേടൻ പാട്ടിന്റെ താളത്തിൽ ആടിവേടൻ ആടുമ്പോൾ വീടുകളിൽ കൊടികുത്തി വാഴുന്ന ചേഷ്ടകൾ മാറിമറിഞ്ഞ് ശ്രീയുടെയും സമ്പത്തിന്റെയും അതിദേവതയായ ലക്ഷ്മി ദേവി കുടിയിരിക്കുമെന്നാണ് പൊതുവിശ്വാസം. സാധാരണ തെയ്യങ്ങളെ അപേക്ഷിച്ച് കുട്ടികൾ കെട്ടിയാടുന്ന തെയ്യം കാവുകളെ കേന്ദ്രീകരിച്ചല്ല കെട്ടിയാടിക്കുന്നതെന്നതും പ്രത്യേകതയാണ്. ഈ വർഷം കണ്ണൂർ പട്ടുവം മംഗലശ്ശേരിയിൽ 1-ാം ക്ലാസ്സുകാരനായ അമർചന്ദ് കൃഷ്ണയും ആത്മിക വിവേകും അതിഥി സാദിഷുമാണ് ആടിയും വേടനും കെട്ടിയാടിയത്. ഇന്നതാണ് ആടിവേടൻ കർക്കിടകത്തില്. അപ്പോൾ ഇതിപ്പം പിന്നെ ആടിമാസമാണ്. ആടിമാസം എന്ന് പറയുന്നത് ഈ വേടന്റെ സങ്കല്പത്തിലാണ് ഈ ആടിമാസം. ആടിമാസത്തിലെ ആദിവ്യാധികൾ അകറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വരുന്നത്. അപ്പോൾ വേടം പാടിയിട്ട് ആ കുരിശി മറച്ചു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ ഐശ്വര്യം വരും എന്നാണ് സങ്കല്പം. ശ്രീ ഭഗവതി വിളയാടാൻ വേണ്ടിയിട്ട് മറ്റു ചേഷ്ടനെല്ലാം കെട്ടിയിട്ട് ശ്രീ ഭഗവതി വിളയാടുന്നതാണ്. അതിനാണ് ഈ പിന്നെ കുരിശി മറിക്കുന്നത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ കുഞ്ഞിപ്പം 4-ാമത്തെ പ്രാവശ്യം 4 വയസ്സിൽ ആരും 4 വയസ്സിൽ വേടം കെട്ടിയില്ല. ഇവന്റെ വേടനാണ് വൈറലായിട്ട് നമുക്ക് നേടുന്ന ഇവന് ഒരു ആദരവെല്ലാം കൊടുത്തു. തളിപ്പറമ്പ് നമ്മളെ പ്രസ് ഫോറത്തുനിന്ന് 4 വയസ്സിലാണ് ഏറ്റവും എടുത്തിട്ടാണ് വേടം. ഇവള് ഇതേപോലെ തന്നെ ഇവളെ അനിയന്റെ മോളാണ്. ഇത് രണ്ടും പെൺമക്കളാണ്. ഇവ ഇല്ലു ആണ്. ഇല്ലായ്മയുടെ പഞ്ഞമാസക്കാലത്ത് പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പ രൂപമായ വേടരൂപം വീടുകളിലെത്തുന്നത്. ഒറ്റച്ചെണ്ടയുടെ താളത്തിനൊത്ത ചുവടുവെച്ച ഈ കുഞ്ഞു തെയ്യക്കോലം ആദിവ്യാധികളെ ആട്ടിയകറ്റുന്നുവെന്നാണ് സങ്കല്പം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ആചാരാനുഷ്ഠാനങ്ങളിലെ പരമമായ സാന്നിധ്യമാണ് ആടിയും വേടനും. പാശുപതാസ്ത്രത്തിനായി തപസ്സു ചെയ്ത അർജുനനെ പരീക്ഷിക്കാൻ ശിവൻ വേടന്റെ വേഷത്തിലെത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ് വേടന്റെ ഐതിഹ്യം. പാർവതി സങ്കല്പത്തിൽ ഉള്ള ആടി തെയ്യം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലുള്ളവരും പരമശിവ സങ്കല്പത്തിലുള്ള വേടൻ തെയ്യം കെട്ടുന്നത് മലയൻ സമുദായത്തിലുള്ളവരുമാണ്. മധ്യത്തിൽ അച്ചാരം നീ ചെഞ്ചലം കൂടാതെ ഉപജപങ്കടകി ആഹാരം നീക്കി സമേതനായി വീടുകളിലെത്തുന്ന തെയ്യത്തെ നിലവിളക്ക് തെളിയിച്ച് വരവേൽക്കും. തുടർന്ന് തോറ്റം പാടിയതിനു ശേഷം കരിക്കട്ട ഒഴിഞ്ഞ ഗുരുശി വെള്ളം തെക്കോട്ട് ഒഴുകുന്നതോടെ ആദിവ്യാധികൾ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം. കുളിപ്പിക്ക കുറി തോടുക വാഴപ്പലകയോ വടിച്ചുകൂടെ നിരത്തി വെക്ക ഒന്നും കുറയാതെ
എപ്പോഴും പിടിച്ചു ശബത്തിനെ കുളിപ്പിക്കാ കുറി തോടുക വാലപ്പലകയോ വടിച്ചു ഉടൻ നിരത്തി വെക്ക